ഇപ്പൊ മണികണ്ഠൻ ചേട്ടൻ എങ്ങനെയെന്ന് ഇപ്പൊ നാടൻ പാട്ടെന്ന് എഴുതുമ്പോൾ ഭയങ്കര കുറച്ച് റീജിയണൽ ലാംഗ്വേജിലാണ് നമ്മുടെ ഗ്രാമീണ ഭാഷയിലാണ് എഴുതാറ്. അപ്പൊ അതെങ്ങനെ എഴുതിയിട്ടാണോ ടൂൺ ചെയ്യാറ് അതോ ചില വിഷയങ്ങൾ നമ്മൾ എഴുതിയിട്ടാണ് ടൂൺ ചെയ്യാറ്? എല്ലാതും ചിലപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു വരില്ല. നമ്മളൊരു വിഷയത്തിന് ചിലപ്പോൾ പകുതി മുറിച്ചിട്ട് ആ ടൂൺ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ വിഷയം കട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ആ വിഷയം മുഴുവൻ എഴുതിയിട്ട് നമ്മളത് നമ്മൾക്ക് അറിയുന്ന പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഈണം അതിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഈ ചില നാടൻ പാട്ടുകളൊക്കെ അങ്ങനെ ചെയ്തുള്ളത്. അതിന്റെ ഉദാഹരണം പണ്ടുള്ള കാലം തൊട്ട് നമ്മള് വല്യപ്പണിക്കാരല്ലേ, പൊന്നു മുതലല്ലട്ട ബന്ധം വലുതാണെന്ന്. അത് തിയറിക്കലായിട്ടുള്ള കാര്യല്ലേ, അതിനെവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല. അതിനനുസരിച്ചുള്ള ഒരു ട്യൂണ് കിട്ടണ വരെ നേരത്തെ പറഞ്ഞ പോലെ കവലയിലും ഒക്കെ നടക്കണം. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഒന്നും നോക്കണ്ടെന്ന് കിട്ടും തോന്നില്ല, നാളെ നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരു പക്ഷെ ഗുണ കഴിഞ്ഞിട്ട് എടുക്കാവും. അപ്പോഴായിരിക്കും ചിലപ്പോ സാധനം. പക്ഷെ ഇത് ഞാനീ പറയണത് പ്രേക്ഷകർ കേൾക്കുമ്പോ നമ്മള് വലിയൊരു കാര്യം പറയുന്നത് കരുതും. പക്ഷെ ഇതിലും കടലിനെ നോക്കിയിട്ടാണ് നമ്മള് പറയണത്. കുഞ്ഞൊരു കാര്യമാണ്. അപ്പൊ പ്രേക്ഷകരോടാണ് പറയണത്, ഇത് നമ്മള് കടലിലേക്ക് നോക്കിയിട്ടാണ് പറയണത്. ഞങ്ങൾ കുഞ്ഞൊരു കാര്യം പറയണം. അപ്പൊ ചിലത് ട്യൂൺ ചെയ്തിട്ട് നേരത്തെ സാർ പറഞ്ഞ പോലെ ട്യൂൺ ചെയ്തിട്ട് വരികൾ ഒന്നുകൂടെ നമുക്കൊരു കംഫർട്ട്. ഈ എന്തെങ്കിലും ഇൻസ്പിറേഷന് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ഇപ്പൊ ഒരു ട്യൂൺ ആലോചിക്കുമ്പോ നമുക്ക് ഇടക്ക് പാടായിരിക്കുമല്ലോ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ട്യൂൺ ഉണ്ടാക്കുമ്പോ അതാണ് ഞാൻ പറഞ്ഞില്ല, സിറ്റുവേഷൻ. കഥ ഇപ്പൊ ഡയറക്ടർ കഥ പറയുമ്പോൾ കഥയുടെ സിറ്റുവേഷൻ പറയും. അപ്പൊ കഥയുടെ കഥാപാത്രത്തിന്റെ ഒരു നിലവാരങ്ങളും അവരുടെ അതിന്റെ ജോണർ എന്താണെന്ന് അനുസരിച്ചിട്ട് നമുക്കൊരു സാധനം വരും. നമ്മൾ റെഫറൻസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ സംഗീത കടൽ പോലെ കിടക്കുകയാണ്. ചില പാട്ടുകൾ പോലെ സാമ്യം ഉണ്ടാകുന്നൊക്കെ പറയും. പക്ഷെ അത് അങ്ങനെയാണ്, അതിനാവശ്യമാണ്. അത് സ്പോണ്ടേനിയസ് വരുന്നതാണ്. ഇപ്പൊ രാജാ സാറൊക്കെ കമ്പയർ പോലെ ചെയ്യുന്നില്ല കേട്ടോ. ദൈവമേ, ഒരു എന്താ പറയാ 2-3 സിനിമയൊക്കെയാണ് മൂപ്പര് ഒരു ദിവസം കൊണ്ട് അല്ല എത്രയോ പാട്ട്, 15 മിനിറ്റ് കൊണ്ട് അങ്ങനെ 20 മിനിറ്റ് എത്ര ടൂൺ ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് വരുന്നതാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഒലത്തുമ്പത്തിരുന്ന് ഉയലടാന്നുള്ള പാട്ടില്ലേ, ചിന്നത്തമ്പി എന്ന സിനിമയില്ലേ, അതിൽ എല്ലാ പാട്ടും ഹിറ്റാണ്. മിനിറ്റ് കൊണ്ട് ട്യൂൺ ചെയ്ത എത്ര മിനിറ്റ് കൊണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറയാ സീരിയസ് ആയിട്ട്. അതായത് റഹ്മാൻ സാർ ഒരുപാട് സമയത്ത് ട്യൂൺ ചെയ്യുന്നുണ്ട്. ചില സാറേ ജോൺസൺ മാസ്റ്റർ ലിങ്ക് വേറെ അപ്പൊ അവരൊക്കെ കാശിന് വേണ്ടി ചെയ്യുന്നതല്ല, അത് അതിന്റെ സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ അത്രയും ഇപ്പോഴും നമ്മളൊക്കെ കേൾക്കുന്ന നല്ല നല്ല പാട്ടുകളുണ്ട്. ഞാനിപ്പോഴും എന്താ പറയാ വണ്ടിയിൽ പോകുമ്പോൾ കേൾക്കുന്ന പല എവർഗ്രീൻ പാട്ടുകൾ തന്നെയാണ്. ഒരു പുതിയതായിട്ട് നമുക്ക് എങ്ങനെ പാടാനുള്ള ഒരു പാട്ട് കിട്ടുന്നില്ല. ആരും ഏത് മ്യൂസിക്കാരും നമ്മൾ കുറ്റം പറഞ്ഞല്ല, കാലം മാറിപ്പോയെങ്കിലും എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണ്, എല്ലാവരും നല്ല കലാകാരന്മാരാണ്. പുതിയ പുതിയ നല്ല കലാകാരന്മാർ ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടുന്ന പോലെ എല്ലാവർക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.